ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ മിനാലി ആണെങ്കിൽ ഡൊണാലിയെ വിളിക്കുന്നതും നീ എന്താ ഫോൺ എടുക്കാത്ത, ഞാൻ എത്ര പ്രാവശ്യം ട്രൈ ചെയ്തു എന്ന് പറഞ്ഞ് ഈ ലോട്ടറി ടിക്കറ്റിൻ്റെ കാര്യം പറയുന്ന ടൈമിൽ ഡൊണാലിയുടെ കിളി പോകുന്നുണ്ട്. 500 ബില്യണോ, നീ എന്തീ പറയുന്നത്, നമ്മൾ രക്ഷപ്പെട്ടു എന്നൊക്കെ പറയുന്ന സിസ്റ്ററോട്. പക്ഷെ ഇത് നമ്മുടെ ലോട്ടറി ടിക്കറ്റ് അല്ലല്ലോ എന്നാണ് മിനാലി പറയുന്നത്. അതിനിപ്പോൾ എന്താ, നീ പറഞ്ഞതനുസരിച്ച് 1 വർഷമായിട്ടുണ്ടായിരിക്കും ഈ ലോട്ടറി ടിക്കറ്റ് കാണാതെയായിട്ട്. ഇതുവരെ ആരും അന്വേഷിച്ചിട്ടില്ലല്ലോ. അതിൻ്റെ അർത്ഥം ഇത് അവിടുത്തെ ആരുടെ ആയിരിക്കില്ല. നമ്മളിനി ഒന്നും മിണ്ടണ്ട, നീ അതങ്ങ് ഒളിപ്പിച്ച് വെച്ചേക്കെന്നൊക്കെ പറയുന്നതും മിനാലിക്ക് ചെറുതായിട്ട് മനസ്സിനൊരു മാറ്റമൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് മനസ്സിലാക്കുന്ന ഡൊണാലി ആണെങ്കിൽ, ദേ ഇത് നീ ആർക്കെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇതുപോലത്തെ ഒരു ട്വിൻ സിസ്റ്റർ നിനക്ക് ഉണ്ടാന്ന് നീ ആലോചിക്കേ വേണ്ട എന്ന് പറയുന്നതും ഈ 2 സിസ്റ്റേഴ്സും കൂടിയിട്ട് ദിവാസ്വപ്നം കാണുന്നതാണ് അവിടെ കാണിക്കുന്നത്. അതായത് ഇവരുടെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ക്ലോസറ്റ്സ്, ഇവർ ടൂറ് പോകുന്നത്, ഇവർ പുതിയ വീട് വാങ്ങുന്നത്, അങ്ങനെ ഇവർ സ്വപ്നം കാണുന്നതൊക്കെ അവിടെ കാണിക്കുന്നുണ്ട്. ഇതേ ടൈമിൽ സ്പേസ് ടൂറിന് വേണ്ടിയിട്ട് കങ്സുവും ഇവളും റെഡി ആവുകയാണ്. ഇവരാണെങ്കിൽ എല്ലാം സെറ്റ് ചെയ്ത് പുറത്തേക്ക് പോകുന്നതും ഇവരിങ്ങനെ പിടിച്ച് പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഇവർ പറന്നു പോകുമല്ലോ, അങ്ങനെ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവരവിടെ ഒരു ഫുഡ് സ്റ്റെപ്പ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിലാണ് ഇവരിങ്ങനെ ചവിട്ടി നിൽക്കുന്നത്. ഇതേ ടൈമിൽ ഗോങ്യോങ് ആണെങ്കിലോ നമ്മുടെ ഡോക്ടർ നായെ വിളിക്കുന്നുണ്ട്. ഇത് അവസാനത്തെ കോളാണ്, എനിക്ക് നിങ്ങളുടെ ഒപ്പീനിയൻ അറിയണം. നിങ്ങളിപ്പോൾ വേണ്ടാന്ന് പറയുകയാണെങ്കിൽ ഞാൻ മാറി നിൽക്കും. കങ്സു തന്നെ എക്സ്പെരിമെൻറ്റ് ചെയ്തോട്ടെ, എനിക്ക് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം അറിയണമെന്ന് പറയുന്ന ടൈമിൽ ഡോക്ടർ നായി ആണെങ്കിൽ, ഞാൻ നിങ്ങളെ അയച്ചത് നിങ്ങൾ ഈ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ എക്സിനെ പറ്റി നിങ്ങൾക്കല്ലാതെ മറ്റാർക്കും അറിയില്ല എന്ന് പറയുന്ന ടൈമിൽ ഇവനാണെങ്കിൽ, എനിക്കിത് കേട്ടാൽ മതി, ഞാൻ ആ എക്സ് കങ്സുവിൻ്റെ കയ്യിൽ നിന്ന് എങ്ങനെയെങ്കിലും തട്ടിയെടുക്കും, എൻ്റെ ജീവൻ പോയാലും ഞാനത് തിരിച്ചു പിടിക്കുമെന്നൊക്കെ പറയുന്നതും ഡോക്ടർ നായി ആണെങ്കിൽ, ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടെന്ന് അവിടെ പറയുന്നുണ്ട്. പുറത്തെത്തുന്ന കങ്സും ഈവാണെങ്കിൽ ഇവരുടെ പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതും ഇവളാണെങ്കിൽ ഒരു സ്ക്രൂ അഴിക്കുന്ന ടൈമിൽ അത് ഇത്തിരി ടൈറ്റ് ആയിരിക്കും. അപ്പോൾ ഇതിങ്ങനെ ബലമായിട്ട് അഴിക്കുന്ന ടൈമിൽ ഇവളൊന്ന് വീഴുന്നുണ്ട്. എല്ലാവരും ഷോക്കാകുന്നുണ്ട്. എന്നാൽ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല, ഇവൾ തിരിച്ച് സേഫായിട്ട് തന്നെ പിടിച്ചെത്തുന്നുണ്ട്. ഇതേ ടൈമിൽ ഗോങ്യോങ് ആണെങ്കിലും ഇവൻ്റെ ആ ഒരു ട്രെഡ്മില്ലിൽ എക്സസൈസ് അങ്ങ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. നന്നായിട്ട് തന്നെ ഇവൻ ഓടുന്നതും ആ ടൈമിൽ ഡേഞ്ചർ ആണെന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെസ്സേജ് വരുന്നുണ്ട്. എന്നാൽ ഇവൻ ഇത് ശ്രദ്ധിക്കുന്നത് പോലും ഇല്ല. ഇതേ ടൈമിൽ കങ്സുവിൻ്റെ സ്യൂട്ടിൽ നിന്ന് ഒരു വാർണിംഗ് അലാം വരുന്ന ടൈമിൽ ഇവരെല്ലാവരും ഷോക്കാകുന്നുണ്ട്. ഇതെന്താ പറ്റിയെന്നൊക്കെ പറയുന്ന ചീഫ് നോക്കുമ്പോൾ ഇവരുടെ ഹെൽത്ത് ഒക്കെ ഓക്കെ ആയിരിക്കും. ഇനി എന്തെങ്കിലും ഹോള് വന്നിട്ടുണ്ടോ ഗ്ലൗസിലും മറ്റൊന്ന് ശ്രദ്ധിക്കാൻ പറയുമ്പോൾ കങ്സു ആണെങ്കിൽ ഒരു കുഴപ്പമില്ല, ഞാൻ ഓക്കെ ആണെന്ന് പറയുന്നതും. പക്ഷേ ചീഫ് ആണെങ്കിൽ ഉടനെ തന്നെ സ്പേസ് സ്റ്റേഷനിലേക്ക് തിരിച്ചു പോകാൻ പറയുകയാണ്. ഇവനാണെങ്കിൽ ഒരു പൊടിക്ക് സമ്മതിക്കുന്നില്ല. അപ്പോൾ ഈവാണെങ്കിലും, കുഴപ്പമില്ല, നിങ്ങൾ തിരിച്ചു പൊക്കോളൂ, ഇത് കഴിയാറായല്ലോ, ഈ ഒരു സ്റ്റേറ്റിൽ നിങ്ങളിവിടെ വർക്ക് ചെയ്ത് എനിക്കും സമാധാനം ഉണ്ടാകില്ല, അതുകൊണ്ട് നിങ്ങൾ തിരിച്ചു പൊക്കോ എന്നൊക്കെ ഈവ് അവിടെ പറയുന്നുണ്ട്. ആ ടൈമിലാണ്, അതായത് ആദ്യം ഡേഞ്ചർ എന്നൊരു മെസ്സേജ് വരും, പിന്നെ വാർണിംഗ് മെസ്സേജ് വന്നിട്ട് സ്പേസ് സ്റ്റേഷനിൽ അലാം അങ്ങ് അടിക്കുകയാണ്. ഇത് കേൾക്കുമ്പോൾ ഇവരുടെ എല്ലാവരുടെയും ബോധം പോവുകയാണ്. ഈ സ്പേസ് സ്റ്റേഷനിൽ ഇത് എന്ത് സംഭവിച്ചു എന്നാണ് ഇവർ ചിന്തിക്കുന്നത്. അവിടെയാണെങ്കിൽ പുകയൊക്കെ വരുന്നുണ്ട്. പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ, പെട്ടെന്ന് തന്നെ കറണ്ട് പോകുന്നതും ബയോളജിക്കൽ മൊഡ്യൂളിൽ എന്തോ സംഭവിച്ചിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ് ഇവർ ചെക്ക് ചെയ്യുന്ന ടൈമിൽ ഇതെന്താ സംഭവിച്ചെന്നൊക്കെ ചോദിക്കുമ്പോൾ കൺട്രോൾ സ്റ്റേഷനിൽ ഒരാളാണെങ്കിൽ അവിടുത്തെ മോട്ടറിനൊരു കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു, പക്ഷേ ശബ്ദത്തിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നതും ചീഫാണെങ്കിൽ ആ ബയോളജിക്കൽ മൊഡ്യൂളിൽ ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ നോക്കുമെന്ന് പറയുന്നുണ്ട്. ഈ ടൈമിൽ മറ്റൊരു സ്റ്റാഫാണെങ്കിൽ ഗോങ്യോങ്ങിനെ കാണാനില്ല CCTVയിൽ, ആളെങ്ങനെ ഇനി അങ്ങോട്ട് പോയിട്ടുണ്ടായിരിക്കും എന്നൊക്കെ പറയുന്നതും ഇവനിത് എവിടെ പോയി എന്ന് പറഞ്ഞ് ചൂടാകുന്ന ചീഫാണെങ്കിൽ സെങ്ജുവിനോട് ഉടനെ തന്നെ അവിടെ പോയിട്ട് ആരെങ്കിലും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാനും അതുപോലെ ടെസ്റ്റ് പാർട്ടിക്കിൾസ് ഒക്കെ അവിടുന്ന് ഷിഫ്റ്റ് ചെയ്യാനും പറയുന്നുണ്ട്. 3 മിനിറ്റ് വൈകിയ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ഇവൾ അവിടെയുള്ള ഒരു സ്റ്റാഫിനോട് ചോദിക്കുമ്പോൾ കുഴപ്പമില്ലെന്ന് ആ സ്റ്റാഫ് ചീഫിനോട് പറയുന്നുണ്ട്. ഈവാണെങ്കിലോ ടെൻഷൻ അടിച്ച് ഗോങ്യോ ആ മൊഡ്യൂളിലുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ കങ്സു ആണെങ്കിൽ തിരിച്ച്, അല്ല എല്ലാ ലോക്കും അൺലോക്ക് ആയോ എന്നാണ് അവിടെ ചോദിക്കുന്നത്. അപ്പോൾ ചീഫാണെങ്കിൽ കങ്സുവിനോട് ഉടനെ തന്നെ തിരിച്ച് സ്പേസ് സ്റ്റേഷനിലേക്ക് പോകണം, ഇത് എൻ്റെ ഓർഡർ ആണെന്ന് പറയുന്നതും ഷട്ട് ഡൗൺ ആകുന്ന ഈ ഒരു ടൈം കൊണ്ട് അൺലോക്ക് ആകുന്നത് കൊണ്ട് തന്നെ ഗോങ്യോ ആ ഒരു ടെസ്റ്റ് സബ്ജക്റ്റ് അവിടെ നിന്ന് എടുക്കുന്നുണ്ട്. ഈ ടൈമിലാണ് അങ്ങോട്ട് മിനാലിയും സെങ്ജുനും കൂടി വരുന്നതും ഇവനാണെങ്കിൽ ഇത് എവിടെയെങ്കിലും ഒളിപ്പിക്കാൻ നോക്കുമ്പോൾ അവിടെ എന്തോ ചെറിയൊരു ചെടിയുടെ സെറ്റപ്പ് ഉണ്ടായിരിക്കും, അവിടെ ഒളിപ്പിക്കാനാണ് നോക്കുക. പക്ഷേ ഇവനതിന് കഴിയുന്നില്ലെന്ന് മാത്രമല്ല, മിനാലി ഒളിപ്പിച്ച് വെച്ചിട്ടുള്ള ലോട്ടറി ടിക്കറ്റ് പറന്ന് പുറത്തേക്ക് വരികയാണ്. ഇത് കണ്ട് അങ്ങോട്ട് വരുന്ന മിനാലിയാണെങ്കിൽ അത് എൻ്റേതാന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ പോക്കറ്റിലാക്കുന്നുണ്ട്. ഗോങ്യോങ് ആണെങ്കിലോ ഇവന്റെ കയ്യിലുള്ള സാധനം പോക്കറ്റിലിടുന്നതും സെങ്ജുനാണെങ്കിൽ എന്താ സംഭവിച്ചേ, എന്താ ഇവിടെ നടന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ അത് പിന്നെ ഞാൻ എക്സസൈസ് ചെയ്യായിരുന്നു, പെട്ടെന്ന് ഇങ്ങനെ തീ പിടിച്ചു, ഞാൻ ഫയർ എക്സ്റ്റിങ്ഷർ നോക്കിയായിരുന്നു എന്നൊക്കെ പറയുന്നത്. താൻ ഓക്കെ അല്ലേന്നാണ് സെങ്ജുൻ അവിടെ ചോദിക്കുന്നത്. അങ്ങനെ പിന്നീട് പവറൊക്കെ തിരിച്ചു വരുന്നുണ്ട്. ഡൊണാലി ആണെങ്കിലോ ഇവരുടെയൊക്കെ ഡോക്ടറാണല്ലോ, ഇങ്ങനെ സ്മോക്ക് വരാൻ മാത്രം താൻ എന്തോന്ന് എക്സസൈസ് ആണോ ചെയ്തത്, ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ തനിക്കൊരു ബോധമില്ല, തൻ്റെ ഹൃദയമൊക്കെ പൊട്ടി ഇപ്പം തന്നെ മരിച്ചേനെ എന്ന് പറയുന്ന ഇവളാണെങ്കിൽ, അല്ല പണക്കാരനായതുകൊണ്ട് തനിക്ക് 2-3 ഹാർട്ട് ഉണ്ടെന്നാണോ, അതോ പണം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതൊക്കെ വാങ്ങാനാണോ തൻ്റെ വിചാരം എന്ന് പറഞ്ഞ് ചൂടാകുന്ന ടൈമിൽ ഈവാണെങ്കിൽ ആളെ കുറ്റം പറയേണ്ട, എൻ്റെ മിസ്റ്റേക്കാണ്, ഞാൻ ആളോട് കുറച്ച് എക്സസൈസ് ചെയ്യാൻ പറഞ്ഞിരുന്നു, പക്ഷെ ആൾ ഫസ്റ്റ് ടൈം ആണല്ലോ, എങ്ങനെ ചെയ്യണമെന്നൊന്നും ഞാൻ പറഞ്ഞു കൊടുത്തില്ല എന്ന് പറയുന്നതും ഇത് കേൾക്കുന്ന ഗോങ്യോങ്ങിന് ഹാപ്പി ആകുന്നുണ്ട്. ഇവന് വേണ്ടിയാണല്ലോ സംസാരിക്കുന്നത്. അപ്പോൾ ചീഫാണെങ്കിൽ ശരി അത് വിട്ടേക്കാം, കുഴപ്പമൊന്നും ഉണ്ടായില്ലല്ലോ എന്ന് പറയുന്നതും വീണ്ടും പവർ തിരിച്ചെത്തിയോ എന്നൊക്കെ അവിടെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ കറണ്ട്
ബില്ല് വരുന്ന ടൈമിൽ സെങ്ജുൻ നോക്കുമ്പോൾ ഗോങ്യോങ് എന്തോന്ന് പോക്കറ്റിൽ ഒളിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. തൻ്റെ പോക്കറ്റിൽ എന്താണെന്ന് ചോദിക്കുമ്പോൾ ഇവനാണെങ്കിൽ ഇതല്ലേ, ഇത് പിന്നെ ഞാൻ എക്സസൈസ് ചെയ്യുമ്പോൾ കേൾക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന മ്യൂസിക് ആണെന്നൊക്കെ പറഞ്ഞ് തുറന്ന് കാണിക്കുമ്പോൾ ഇവന് സംശയമായിട്ടൊന്നും തോന്നുന്നില്ല. അതായിരുന്നു എന്നാണ് സെങ്ജുൻ അവിടെ ചോദിക്കുന്നത്. മിനാലി ആണെങ്കിലും ഇനി ഞങ്ങളോട് പറയാതെ പുറത്തേക്ക് ഇറങ്ങി പോവരുതെന്നൊക്കെ പറയുന്നതും ഇവനോട് റെസ്റ്റ് എടുക്കാനൊക്കെ പറയുന്നുണ്ട്. ഇതേ ടൈമിൽ കങ്സു ആണെങ്കിൽ സേഫ് ആയിട്ട് സ്പേസ് സ്റ്റേഷനിലേക്ക് തിരിച്ചെത്തുന്നതും മിനാലി ആണെങ്കിൽ ഇവിടെ നിന്നും പുറത്തിറങ്ങി പോവരുത്, അങ്ങനെയാണെങ്കിൽ തിരിച്ച് ഭൂമിയിലേക്ക് അയക്കുന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്നും പോകുന്ന ടൈമിൽ ഇവന് ഈ എക്സൊക്കെ തിരിച്ച് കിട്ടിയിട്ടുണ്ടായിരിക്കുമല്ലോ, അതുകൊണ്ട് സന്തോഷം കൊണ്ട് കരച്ചിലൊക്കെ വരുന്നുണ്ട്. ഈവാണെങ്കിൽ വർക്കൊക്കെ കഴിഞ്ഞ് എല്ലാം സെറ്റായി എന്ന് പറഞ്ഞ് ഇവളിങ്ങനെ റോപ്പ് കട്ട് ചെയ്യുന്ന ടൈമിൽ ഈ ചെറിയ റോപ്പിൻ്റെ കഷ്ടം ഇങ്ങനെ പറന്നു പോകുന്നതും ഇത് പിടിക്കാൻ നോക്കുന്ന ടൈമിൽ ഇവൾ അങ്ങ് വീഴുന്നതാണ് കാണുന്നത്. ഇതേ ടൈമിൽ ഗോങ്യോങ് ആണെങ്കിലും ഇവളൊരു വില്ല് എഴുതി കൊടുത്തിട്ടുണ്ടായിരിക്കുമല്ലോ, ഇതിൽ എന്താ എഴുതിയിട്ടുണ്ടായിരിക്കുക എന്ന് പറഞ്ഞ് ഇവനത് തുറന്ന് വായിക്കാനാണ് നോക്കുന്നത്. ഇതേ ടൈമിൽ ഇവൾ വീഴുന്നത് കൊണ്ട് തന്നെ ഇവളുടെ മേത്തൊരു റോപ്പ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിങ്ങനെ ചുറ്റി ചുറ്റി കണ്ടാൽ തന്നെ പേടിയാകും. ഈ സ്പേസ് സ്റ്റേഷൻ്റെ ആ സോളാർ പാനലിൽ ചുറ്റിയിട്ട് ഇവളിങ്ങനെ ഫാസ്റ്റായിട്ട് കറങ്ങിക്കൊണ്ടിരിക്കുന്ന ടൈമിൽ കൺട്രോൾ റൂമിൽ നിന്നാണെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് പിടിക്കുന്നു പറയുമ്പോൾ ഇവൾ പിടിക്കുന്നത് ഈ സോളാർ പാനലിലായിരിക്കും. ഇവളാണെങ്കിൽ ശ്രദ്ധിക്കുന്ന ടൈമിൽ ഈ സോളാർ പാനൽ കൊണ്ടിട്ട് ഇവളുടെ കൈ മുറിഞ്ഞിട്ടുണ്ടോ എന്ന് ഡൗട്ട് അടിക്കുകയാണ്. ഇതിവൾ പറയുന്ന ടൈമിൽ കൺട്രോൾ റൂമിലുള്ള എല്ലാവരും ടെൻഷൻ അടിക്കുകയാണ്. എന്തെങ്കിലും ഹോള് വന്നിട്ടുണ്ടോ, ഗ്ലൗസിൽ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയെന്നൊക്കെ പറയുമ്പോൾ ഇവളാണെങ്കിൽ ഇല്ല, എന്തോന്ന് തറച്ചിരിക്കുകയാണ്, കട്ടൊന്നും ഇല്ല എന്ന് പറയുന്നതും ഇതേ ടൈമിൽ സെങ്ജുൻ ആണെങ്കിൽ താൻ അവിടെ തന്നെ ഇരിക്കുക, ഞാൻ ഈ സോളാർ പാനൽ ഇങ്ങനെ മൂവ് ചെയ്തിട്ട് ഇതിൻ്റെ ബോഡിയുടെ അടുത്തേക്ക് എത്തിക്കുക എന്ന് പറയുകയാണ്. അതായത് ഈ സോളാർ പാനൽ മൂവ് ചെയ്തിട്ട് ഇവരുടെ ആ സ്പേസ് സ്റ്റേഷനിലേക്ക് എത്തിക്കുകയാണെങ്കിൽ ഇവൾക്ക് സിമ്പിളായിട്ട് അങ്ങോട്ട് കയറാം. അപ്പോൾ ഇവനാണെങ്കിലും ആ ഒരു റോപ്പ് അൺലോക്ക് ചെയ്യാൻ പറയുന്നുണ്ട്. ഇവളത് ട്രൈ ചെയ്യുന്ന ടൈമിലാണ് മനസ്സിലാക്കുന്നത് ഇവളുടെ ബോഡിയിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ള റോപ്പിൻ്റെ ആ ഒരു കൊളുത്തുണ്ടല്ലോ അത് ജാമായി പോയി എന്ന്. ഇവരെല്ലാവരും ടെൻഷൻ അടിക്കുന്നുണ്ട്. സെങ്ജുൻ ആണെങ്കിൽ കുഴപ്പമില്ല, ആ റോപ്പിൻ്റെ മറ്റേ അറ്റം ഉണ്ടാവുമല്ലോ കണക്ട് ചെയ്തിട്ടുള്ളത്, അതിന് അഴിക്കാൻ പറ്റുമെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇവളാണെങ്കിലും ട്രൈ ചെയ്യുന്നതും സെങ്ജുൻ ആണെങ്കിൽ മെയിൻ മൊഡ്യൂളിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇവളെ ഹെൽപ്പ് ചെയ്യാൻ പോകുമ്പോൾ സാൻഡിയും അവിടെ നിന്ന് എണീക്കുന്നുണ്ട്. എന്നാൽ കൺട്രോൾ റൂമിലുള്ള ആളുകളാണെങ്കിൽ സാൻഡിയോട് അവിടെ നിന്നും പോകരുതെന്നാണ് പറയുന്നത്, ഒരാളെങ്കിൽ അവിടെ ഉണ്ടായിരിക്കണമല്ലോ. അങ്ങനെ ഈവാണെങ്കിൽ ഈ റോപ്പിൻ്റെ മറ്റേ അറ്റം അത് ഈ സ്പേസ് സ്റ്റേഷൻ്റെ ഭാഗത്തായിരിക്കും അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരിക്കുക, അത് മാക്സിമം അഴിക്കാൻ നോക്കുന്നതും ഇവൾക്ക് തീരെ എത്തുന്നില്ല. സെങ്ജുൻ ആണെങ്കിലോ ഇത് ഇവളുടെ അടുത്തേക്ക് മാക്സിമം വളച്ചും തിരിച്ചൊക്കെ ആക്കുന്നുണ്ടെങ്കിലും എത്ര ശ്രമിച്ചിട്ടും ഇവൾക്കത് തൊടാൻ പോലും പറ്റുന്നില്ല. എല്ലാവരും ആകാംക്ഷയോട് കൂടി തന്നെ ഇത് നോക്കി നിൽക്കുകയാണ്. ആ ടൈമിൽ പെട്ടെന്ന് ഇവളുടെ ഈ സോളാർ പാനലിൽ കൈ ഉണ്ടായിരിക്കുമല്ലോ അനക്കരുതെന്ന് പറഞ്ഞത്, അത് അനക്കുന്ന ടൈമിൽ ഈ കാറ്റ് പോകുന്നത് പോലൊരു ശബ്ദം കേൾക്കുകയാണ്. ഉടനെ തന്നെ ഇവളുടെ സ്യൂട്ടിൽ നിന്നും വാണിംഗ് ശബ്ദം വരുന്നതും ഇവളുടെ പ്രഷറും എല്ലാം തന്നെ ലോ ആവുകയാണ്. ഇത് കാണുന്ന എല്ലാവരും ഷോക്ക് ആകുന്നുണ്ട്. ഈവും പേടിക്കുന്നുണ്ട്. എന്താ സ്യൂട്ടിൽ എന്തെങ്കിലും ഹോള് വന്നെന്ന് ചോദിക്കുന്ന ടൈമിൽ ഈ ഗ്ലൗസിൽ ഹോള് വന്നതാണ് ഇവൾ ശ്രദ്ധിക്കുന്നത്. പതിയെ ഇവളുടെ ബോധവും പോകുന്നുണ്ട്. എന്നാൽ ഇതൊന്നും അറിയാതെ ഗോങ്യോങ് ആണെങ്കിൽ ഇവളുടെ ബില്ലുണ്ടായിരിക്കലോ അത് തുറന്ന് വായിക്കുന്നതാണ് കാണിക്കുന്നത്. ഇവിടെ വെച്ചിട്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ ഗ്ലൗസിൽ എന്തിന് ബോഡിയിൽ എവിടെയെങ്കിലും ഒരു ഹോള് വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്ന് നേരത്തെ ഇവള് ഗോങ്യോങ്ങിന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ നായിക മരിക്കൂ. മരിക്കത്തില്ല അല്ലേ? എന്തായാലും അറിയണമെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡിന് വേണ്ടി വെയിറ്റ് ചെയ്തേ പറ്റൂ.